ലെഫ്റ്റിന്റെ കാഴ്ചയും കുറെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയും റൈറ്റിന് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റിയിട്ടുണ്ട്. 5 ദിവസം ആയപ്പോഴത്തേക്ക് ഈ കണ്ണങ്ങ് അടഞ്ഞു പോയായിരുന്നു, ഈ ഫുള്ളടഞ്ഞു. കണ്ണട എടുത്താൽ എനിക്ക് സൂചി നോക്കാം, മൊബൈലെല്ലാം എനിക്ക് വായിക്കാൻ പറ്റും. സൂചി കോർക്കാനൊക്കെ പറ്റുന്നുണ്ട്. 17ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എന്റെ കണ്ണ് പതുക്കെ തുറക്കാൻ തുടങ്ങി. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവരുടെ കാര്യത്തില് ഈ ഡയബറ്റിസ് കൂടിയിട്ട് ഈ 3 കോംപ്ലിക്കേഷൻസ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്ന് പൈസ പോവാന്നല്ലാണ്ട് ഒരു മെച്ചം ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. കുറച്ചെങ്കിലും കിട്ടുമ്പോൾ ഉണ്ടാകുന്ന രോഗിയുടെ മനസ്സിലുണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, അവിടെയൊക്കെ ട്രീറ്റ്മെന്റ് അവരൊക്കെ പറയണത് എന്താ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ മെഡിസിൻസ് ഒക്കെ ഫുൾ ആയിട്ട് ഒഴിവാക്കി ഇപ്പം ഒരു ഐ ഡ്രോപ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കണ്ണിന് നല്ല കാഴ്ച. ചേമ്പറിൽ മൊത്തം ബ്ലഡ് നിറഞ്ഞിട്ടുള്ള അവസ്ഥയ്ക്കായിരുന്നു. ഈ കണ്ണിൽ കുത്തിയാല് നിങ്ങളെ മുഖേന എനിക്ക് കാണാം. ഒരു 10-25 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ആള് പറയാൻ തുടങ്ങി, എനിക്ക് ഇപ്പൊ കുറച്ച് ക്ലിയർ ഉണ്ട്. ഇന്റേണൽ മെഡിസിൻസ് മാക്സിമം കുറച്ചുകൊണ്ട് കണ്ണിന് ഇത്തരത്തിൽ ഫലപ്രദമായ ഒരു ചികിത്സയുണ്ട് എന്ന് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മേഖലൻ. ഈ ലോകത്തെ സകല സുഖസൗകര്യങ്ങളും നമ്മുടെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് പകരമായി നമ്മുടെ ഒരു കണ്ണിന്റെ കാഴ്ച ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരാൾ കൊടുക്കാൻ തയ്യാറാവുമോ? ഇല്ല എന്നായിരിക്കും എല്ലാവരുടെയും ഉത്തരം, അല്ലെ? കാരണം ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അമൂല്യമായത് നമ്മുടെ കണ്ണിന്റെ കാഴ്ച തന്നെയാണ്. എന്നാൽ പലർക്കും ജന്മനാൽ തന്നെയോ അല്ലെങ്കിൽ ജീവിത വഴികളിൽ എവിടെയെങ്കിലും വെച്ചോ കണ്ണിന്റെ കാഴ്ച ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. പരിഭ്രമത്തോടെ നമ്മൾ ഓടിച്ചെല്ലുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തെ ആശ്രയിക്കാൻ വേണ്ടിയാണ്. എന്നാൽ കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലെയും, എന്തിനേറെ പറയുന്നു ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ എല്ലാ കണ്ണുരോഗ വിദഗ്ധരെയും ആശുപത്രികളെയും ആശ്രയിച്ചിട്ടും ലേസർ ചികിത്സയും ഓപ്പറേഷനും ഉൾപ്പെടെയുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങളൊക്കെ തന്നെയും ഉപയോഗപ്പെടുത്തിയിട്ടും കാഴ്ച പരിമിതിക്ക് ഒരു മാറ്റവും കാണാതെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ആളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ് കണ്ണൂരിലെ ജീവനം എന്ന് പറയുന്ന ആയുർവേദ ആശുപത്രി. ആയുർവേദത്തിൽ കണ്ണിന് ഇത്തരത്തിൽ ഫലപ്രദമായ ഒരു ചികിത്സയുണ്ട് എന്ന് പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. എന്നാൽ ആധുനിക വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞിട്ടുള്ള സകല കാഴ്ച പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുകയാണ് ജീവനം എന്ന് പറയുന്ന കണ്ണൂരിലെ ഈ ആശുപത്രി. ഇന്ന് നമ്മൾ നേരെ കണ്ണൂരിലേക്ക് പോവുകയാണ്. എന്താണ് ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നമ്മൾ നിങ്ങളുമായി നേരിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പൊ കണ്ണൂരിലെ ജീവനം എന്ന് പറയുന്ന ആയുർവേദ ആശുപത്രിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അന്വേഷിച്ച് കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇവിടുത്തെ പുതിയ സ്റ്റാൻഡിലെ കെട്ടിടത്തിൽ തന്നെയാണ് ഈ ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നത്. എന്തായാലും വന്നപ്പോൾ സാമാന്യം കുഴപ്പമില്ലാത്ത തിരക്കാണ് ഇവിടെ ഉള്ളത്. നമ്മളെന്തായാലും പെർമിഷൻ വാങ്ങിച്ചിട്ട് ഡോക്ടർമാരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് മുമ്പ് രോഗികളോട് കാര്യം ഒന്ന് നേരിട്ട് അന്വേഷിക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എന്താ പേര്? ഈ ഹോസ്പിറ്റലിൽ വരാൻ എന്തായിരുന്നു കാരണം? അവിടെ പറഞ്ഞിട്ട് വന്നതാണ്, മറ്റുള്ളവർക്ക് മാറ്റമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്തായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും? കാഴ്ച കുറവ്, വല സൈഡ് ഭയങ്കര കുറവായിരുന്നു. ഇവിടത്തേക്ക് വന്നിട്ട് കുഴപ്പമില്ല, ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എത്ര കാലമായി കാണിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ കാണിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 ഇയർ ആയി. 1 ഇയർ അല്ലേ? അപ്പൊ മാറ്റമുണ്ട്? നല്ല മാറ്റമുണ്ട്. എവിടെ വീട്? കാസർഗോഡ്. മുമ്പ് ചികിത്സകളൊക്കെ വേറെ ചെയ്തിരുന്നോ എന്തെങ്കിലും? ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു മാറ്റമൊന്നുമില്ല. ഇപ്പൊ ഹാപ്പിയാണോ? രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളാണ്. ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴുള്ള മാറ്റങ്ങൾ, പിന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മാറ്റം രണ്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മാറ്റങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ ആൾക്ക് എന്ത് പറ്റിയതാ? ഒരു ഷുഗറുള്ള പേഷ്യന്റാണ്. കുറെ കാലമായിട്ട് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പൊ ഷുഗർ കുറെ നീണ്ടു നിന്ന് കഴിഞ്ഞാല് കണ്ണിന്റെ പിന്നിലെ റെറ്റിന എന്ന് പറയുന്ന ഭാഗത്ത് ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നിട്ട് കാഴ്ച ക്രമേണ നശിച്ചു പോകുന്നൊരു അവസ്ഥയാണ്. അപ്പൊ ഇവരുടെ വരുമ്പം തന്നെ ഒരു കണ്ണിന്റെ കാഴ്ചയൊക്കെ വളരെ പൂർണ്ണമായും പോവുകയും മറ്റേ കണ്ണിന്റെ കാഴ്ച കുറെ ഭാഗികമായി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ 2-3 മാസം ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഇപ്പൊ ആ ഭാഗികമായിട്ട് കാഴ്ച പോയ ആ കണ്ണിന്റെ വളരെയധികം പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടുവരാൻ പറ്റണമെന്നില്ല. സാധാരണ പറയുന്നത് ഇന്നത്തെ കാഴ്ച നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ. ഇവിടെ നമ്മൾ പല പേഷ്യൻസിനും ഈ റെറ്റിനോപ്പതി ഉള്ള പേഷ്യൻസ്, ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള പേഷ്യൻസിന് കാഴ്ചയിലൊരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ശരി. അതായത് നമ്മൾ കാഴ്ച നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് പല പേഷ്യൻസിനും, എല്ലാ പേഷ്യൻസിനും പറയുന്നില്ല, പല പേഷ്യൻസിനും കാഴ്ച കുറച്ച് പുരോഗതിയായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പൂർണ്ണമായും മാറ്റി കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. നേഴ്സ് ഒരിക്കൽ നശിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് നേഴ്സിനെ റീജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടാണ് ലാസ്റ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ എത്തിയിട്ട് ഇപ്പൊ എത്ര മാസമായി? ഇപ്പൊ 3 മാസമായി.
3 മാസം. ഈ 3 മാസം കൊണ്ട് ആശ്വാസം ഉണ്ട് എന്നാണോ പറയുന്നത്? ആശ്വാസമുണ്ട്. രാവിലെ ഒക്കെ നല്ല ക്ലിയർ ആണ്. എന്ത് ജോലി ചെയ്യുന്ന ആളാ ചേട്ടൻ? ഞാൻ ക്രെയിൻ ഓപ്പറേറ്റർ, ബിനോയ് മാർബിൾസ്, കോഴിക്കോട്. ഓ അത് ശരി. ഹസ്ബൻഡാണോ അത്? 25 വർഷമായി ഷുഗർ ഉണ്ട്. ഷുഗർ ഉണ്ടായിട്ട് പിന്നെ ഒരു 10 വർഷത്തിന് മേലെ ഒരു കണ്ണിന് തീരെ തിമിരായിട്ട് വന്നു. തിമിരായപ്പോ തീരെ കാണാണ്ട ഒരു കണ്ണിന്. പിന്നെ അത് സർജറി കഴിഞ്ഞു. പിന്നെ ഷുഗർ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ വീണ്ടും കാഴ്ച ഇതായിട്ട് വരും. അങ്ങനെയായിട്ട് പിന്നെ ഈ ലേസർ അത് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിലിടയ്ക്ക് ബ്ലോക്ക് വന്നു, അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തു. പിന്നെ സ്റ്റോൺ വന്നു. ഈ ഷുഗറിന്റെ ഭാഗമായിട്ട് വരുന്ന അസുഖങ്ങളാണ്. അതൊക്കെ കൂടി വന്നപ്പോ പിന്നെ കണ്ണിന്റെ ദട വെച്ചു. പിന്നെ ട്രീറ്റ്മെന്റ് വീണ്ടും തുടങ്ങി. ചെന്നൈയിൽ പോയി, അതുപോലെ അങ്കമാലി പോയി. അവിടെയൊക്കെ ട്രീറ്റ്മെന്റ് അവരൊക്കെ പറയണത് എന്താ വെച്ചാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ഉള്ളതും കൂടി പോവുള്ളൂ, നിങ്ങളിത് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ നിരാശയോട് കൂടി ഇങ്ങനെ ഇരിക്കുക. ഇവിടെ വന്ന് പൈസ പോവാന്നല്ലാണ്ട് ഒരു മെച്ചം ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ജസ്റ്റ് ഇത്രയൊക്കെ നമ്മൾ പൈസ ചെലവാക്കിയതല്ലേ, ഇതും കൂടി ചോക്കാന്നുള്ളതില് ഞങ്ങൾ വന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് 1 മാസത്തെ മരുന്ന് മേടിച്ച് പോയി. ഇവര് പറഞ്ഞ പോലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ജോലിക്ക് പോകും. ഒരു 10-25 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ആള് പറയാൻ തുടങ്ങി, എനിക്ക് ഇപ്പൊ കുറച്ച് ക്ലിയർ ഉണ്ട്. 2ാമത്തെ കൺസൾട്ടിങ്ങിന് വന്നപ്പോ തന്നെ ഇവര് ഇതേപോലെ വായിപ്പിച്ചു. 2ാമത്തെ ലൈനും കൂടെ വായിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര അതിശയായി. ആള് പറഞ്ഞത് അപ്പൊ ശരി തന്നെയാണല്ലേ എന്നുള്ളത് എനിക്കൊരു വിശ്വാസം. ഇവര് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതി. അതായത് കുറച്ച് നല്ല രീതിയിൽ കാഴ്ച കുറവ്, അതായത് ഹാൻഡ് മൂവ്മെന്റ്സ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഹാൻഡ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിന് മുന്നിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു നിഴല് പോലെ ഇങ്ങനെ കാണുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷന്റെ താഴ്ത്തട്ടിലുള്ള ഒരു അവസ്ഥയാണ്. അപ്പം ഡയബറ്റീസ് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ഒന്ന് കണ്ണിനെ ബാധിക്കാം, പിന്നെ ശരീരത്തിലുള്ള നെർവ്സിനെ ബാധിക്കാം, പിന്നെ വൃക്കകളെ ബാധിക്കാം. അപ്പൊ ഇവരുടെ കാര്യത്തില് ഈ ഡയബറ്റീസ് കൂടിയിട്ട് ഈ 3 കോംപ്ലിക്കേഷൻസ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നെഫ്രോപ്പതി എന്നുള്ള ഒരു അവസ്ഥ, കിഡ്നിയെ ബാധിച്ചിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഇവർ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡയാലിസിസ് ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല ആയുർവേദ ഔഷധങ്ങളും, അകത്തേക്ക് കഴിക്കുന്ന ആയുർവേദ ഔഷധങ്ങളൊന്നും അധികം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഒന്നും പ്രായോഗികമായിരിക്കില്ല. എന്നുവെച്ചാൽ വീക്ക്ലി 3 ടൈംസ് അവർ ഡയാലിസിസിന് പോകണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ചൊരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ണിനകത്തോട്ട് ധാര, പേഷ്യന്റ് പറഞ്ഞ മാതിരിയുള്ള ധാര ചെയ്യുക. പിന്നെ ചില മരുന്നുകൾ, വലിയ പ്രശ്നങ്ങളില്ലാത്ത കുറെ മരുന്നുകൾ, ഒരു ടാബ്ലറ്റ് ഒക്കെ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്റേണൽ മെഡിസിൻസ് മാക്സിമം കുറച്ചുകൊണ്ട് കണ്ണിന് ഭാഗ്യമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചികിത്സകളാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ട് ഇവരുടെ ഇപ്പോൾ ഉള്ള നിഴല് പോലെയുള്ള അവസ്ഥയെങ്കിലും അതിനെ നിലനിർത്തി കുറച്ചെങ്കിലും ഒരു പുരോഗതി. ഇപ്പൊ നമ്മൾ കാഴ്ച പോകുമ്പോൾ മാത്രമേ എത്ര നേരത്തെയുള്ള കാഴ്ച എത്രത്തോളം നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നുന്നു. തീർച്ചയായും ഇപ്പൊ നിഴല് ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം മെച്ചമായിരുന്നു എന്നുള്ളത് അവർ നിഴലും പോകുന്ന അവസ്ഥയിൽ എത്തുമ്പോഴേ മനസ്സിലാവും. എല്ലാവരുടെയും കാര്യം എങ്ങനെയാണല്ലോ. പൂർണ്ണമായ ഒരു ഇരുട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിന് മനസ്സിലാവും നേരത്തെ നിഴലുള്ള എത്ര നല്ലതായിരുന്നു. നിഴല് പോലെ കാണുന്നതിന്റെ തൊട്ട് താഴെയുള്ള അവസ്ഥയാണ് ഈ ഇരുട്ടും വെളിച്ചവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥ. അതായത് രാത്രിയും പകലും വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ തൊട്ട് താഴെയുള്ള അവസ്ഥ. അതിന്റെയും താഴെയുള്ള അവസ്ഥയാണ് രാത്രിയും പകലും ഒരേപോലെയുള്ള ടോട്ടലി ഡാർക്ക്നെസ് ആയിട്ടുള്ള അവസ്ഥ. അപ്പൊ അതിന്റെ ഒരു 2 ഘട്ടം മേലെയാണ് ഇവരുള്ളത്. അപ്പൊ അതിന്റെ മുകളിലുള്ളതാണ് നമ്മളൊരു ഫിംഗർ കൗണ്ടിങ് എന്ന് പറയുന്ന അവസ്ഥ. ഇപ്പം 2 ആഴ്ച ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഉള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കുറെ ട്രീറ്റ്മെന്റ്സ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ആ ചെയ്തുകൊണ്ട് ഈ ഒരു കണ്ണിന് ലെഫ്റ്റ് ഐക്ക് ഇപ്പൊ ഹാൻഡ് മൂവ്മെന്റ്സ് എന്നുള്ളത് വിട്ടിട്ട് ഒരു ഫിംഗർ കൗണ്ടിങ് എന്നുള്ള നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഏകദേശം എത്തുന്ന രീതിയിലായിട്ടാണ് ഇവരിപ്പോ കാണുന്നത്. അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാഴ്ച കുറച്ചെങ്കിലും കിട്ടുമ്പോൾ ഉണ്ടാകുന്ന രോഗിയുടെ മനസ്സിലുണ്ടാകുന്ന, മുഖത്തുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വിലമതിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ ഒരു കാര്യത്തിലേക്കാണ് നമ്മളുള്ളത്. ബ്ലീഡിങ് വന്നിട്ട് കണ്ണിന് മുന്നിലുള്ള ഒരു ചേമ്പർ ഉണ്ട്. ചേമ്പറിൽ മൊത്തം ബ്ലീഡിങ് ആയിട്ട് ബ്ലഡ് നിറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയ്ക്കായിരുന്നു. മുമ്പ് നമ്മൾ IPL ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനെ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൂരിൽ തന്നെ ഉള്ള ഹോസ്പിറ്റലിൽ അവർ ഡയാലിസിസ് പോകും, തിരിച്ച് ആശുപത്രിയിൽ വന്നിട്ട് ആയുർവേദ ചികിത്സയും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടും പല ട്രീറ്റ്മെന്റ്സും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എന്റെ സഹോദരിക്ക് വേണ്ടിയായിരുന്നു ഇവിടെ വന്നത്. അപ്പൊ സഹോദരി കഴിഞ്ഞ 8-9 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ആണ്. കണ്ണൂരിൽ അലോപ്പതി ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഈ ഗ്ലൂക്കോമന്റെ പ്രശ്നമായിരുന്നു. അത് ശരി. അപ്പൊ അങ്ങനെ പിന്നെ കണ്ണൂരിൽ 2 ഹോസ്പിറ്റലിൽ മാറി കാണിച്ചു. അപ്പൊ യാതൊരു പുരോഗതിയില്ല. അവര് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ ഓപ്പറേഷൻ ചെയ്തപ്പോ ചോദിച്ചപ്പോ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ ഗ്യാരണ്ടി ഇല്ല. അപ്പോ കാഴ്ച നഷ്ടപ്പെടാൻ വരെ സാധ്യത. ഇപ്പോൾ ഉള്ള കാഴ്ച കിട്ടൂല എന്നാ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ്
ഈ ജീവനത്തെ പറ്റി അറിഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായി ജീവനത്തിലെ ട്രീറ്റ്മെന്റ് ആണ്. ഓ ശരി. പെങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? പെങ്ങൾക്ക് 55 വയസ്സ്. ആഹാ. ഇവിടെ കൊടുത്തിട്ട് പിന്നെ എങ്ങനെയാ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇപ്പം ആദ്യം കുറെ മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ മാസവും വരണമായിരുന്നു ചെക്കപ്പ്. അപ്പൊ ഇവർ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അഡ്മിറ്റ് നമ്മളെ വീടിനടുത്താണ് ഇവരെ ഹോസ്പിറ്റലിൽ. അത് ശരി. പിന്നെ അടുത്താണ്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ട് വരാൻ അഡ്മിറ്റ് ചെയ്യൽ വൈത്തന്നൂടെ ചോദിച്ചു. അഡ്മിറ്റ് ചെയ്യാതെ എല്ലാ മാസവും വന്ന് ചികിത്സിച്ചു. പിന്നെ 2 മാസത്തിലൊരിക്കൽ വരാൻ പറഞ്ഞു. അങ്ങനെ മെഡിസിൻസും കുറെ കുറച്ചു. ഓ ശരി. എന്നിട്ട് ഇപ്പൊ ലാസ്റ്റ് വന്നപ്പോ ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ മെഡിസിൻസ് ഒക്കെ ഫുള്ളായിട്ട് ഒഴിവാക്കി ഇപ്പം ഒരു ഐ ഡ്രോപ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കണ്ണിന് നല്ല കാഴ്ച ഏകദേശം 90% ബെറ്റർ ആണ്. ഗ്ലൂക്കോമ വന്നാല് കണ്ണ് നഷ്ടപ്പെടുന്നതെന്ന് എല്ലാവരും പറയുന്നത് ഇപ്പൊ. ആ സാഹചര്യം മാറി കിട്ടി. എന്റെ കൊച്ചുമകൾക്ക് ആദ്യം കണ്ണിനൊരു ഡ്രൈനസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണിച്ചു, സ്പെക്സ് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾക്ക് കണ്ണട വെക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വെക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആയുർവേദത്തിലൂടെ മാറുമെന്നുള്ളത് അറിഞ്ഞു. അങ്ങനെ ജീവനത്തിൽ വന്ന് കാണിച്ചു. അങ്ങനെ ഒരാഴ്ച ഇവിടെ അഡ്മിറ്റായി കോഴ്സ് ചെയ്തു. അപ്പം കണ്ണിന് ചെറിയൊരു മാറ്റം ഉണ്ടായി. 2 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു തവണയും കൂടെ അഡ്മിറ്റായി. ഇപ്പം പൂർണ്ണമായിട്ട് സുഖമായി. ഇപ്പം കണ്ണട 4 വർഷമായി കണ്ണട ഉപയോഗിക്കുന്നില്ല. ഇതുവരെ കണ്ണട ഉപയോഗിച്ചിട്ടില്ല. ആയുർവേദ മരുന്നിലൂടെ കണ്ണട ഒഴിവായി. കണ്ണിന്റെ ഡ്രൈനസ് എല്ലാം മാറിക്കിട്ടി. കാഴ്ചക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ വന്നിരുന്നോ? അത് സ്കൂളിൽ നിന്ന് ബോർഡിൽ എഴുതിയത് ചെറുതായിട്ട് ദൂരെയുള്ളത് കാണില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ആദ്യം. ആഹാ. ഈ മോളാണ് ഇപ്പോ ഇങ്ങനെ ഇവിടുത്തെ ചികിത്സ കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ള ആള് അല്ലേ? മോളുടെ പേരെന്താ? സനിത്ര. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 5th. കണ്ണട വെക്കുന്നത് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല അല്ലേ? അങ്ങനെ കണ്ണട വെക്കാതെ ഒഴിവായി കിട്ടില്ലേ? ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു ആയുർവേദത്തിലൂടെ ഇങ്ങനെയുള്ളത് സുഖപ്പെടുമോ എന്നുള്ളത്. ഇപ്പം കുറെ പേർക്ക് ഇത് മാറിക്കിട്ടി. ആയുർവേദത്തിലൂടെയും ഇങ്ങനെയുള്ള ശരിയാവുന്നുണ്ട് എന്നുള്ള ബോധം വന്നു. ഇപ്പൊ മോളും അമ്മയും അമ്മമ്മയും ഒക്കെ ഹാപ്പിയാണ് അല്ലേ? കണ്ണിന് എന്താ പറ്റി? നമുക്ക് കാഴ്ച കുറവാ. 40% വലത്തെ കണ്ണ് പോക്കാം. കാഴ്ചയില്ല. അതിന് ശേഷം ഇങ്ങനെ കണ്ണിന് കാഴ്ച കുറവ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളിവിടെ വന്നതാ ഡോക്ടറെ അടുത്ത് ആറങ്കോട്ട. അങ്ങനെ മരുന്നെടുത്ത് 2014 മുതൽ കൊറോണ വരുന്നവരെയും ഞാൻ മരുന്നെടുത്ത്. കൊറോണയ്ക്ക് ശേഷം നിർത്തി. കൊറോണയ്ക്ക് ശേഷം എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത് വന്നില്ല. എന്നാൽ ഇപ്പം പിന്നെ മറ്റേ കണ്ണിന് വല്ലാതെ വിവരം വന്നിട്ടുണ്ട്. സാറെടുത്ത് വന്ന് സാറ് മരുന്ന് തന്നു. എന്റെ കാണാതെ കണ്ണിന് കാഴ്ച വന്ന് മറ്റേ കണ്ണിന് ഇപ്പൊ നിങ്ങളെ ഈ കണ്ണി കുത്തിയാല് ഇപ്പൊ നിങ്ങളെ മുഖാലെ എനിക്ക് കാണാം. മറ്റേ ഒന്നും കാണൂല്ലേനും. അങ്ങനെ ഇരുട്ട് പോലെ ശരിക്കും എന്തൊരു സാധനം വന്നിട്ട് മൂടി കണ്ണിട്ട്. അപ്പൊ ഈ കണ്ണിന് തെളിവ് വന്ന്. അപ്പൊ ഈ കണ്ണിന് കുറച്ച് തന്നു. ഇപ്പൊ ഞാൻ ഇട്ടിച്ച് കഴിയുമ്പോൾ എനിക്ക് നല്ല ഇങ്ങനെ നമ്മളെ മഴവില് പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേ വരും. അപ്പൊ എനിക്ക് 2 കണ്ണിന് നല്ല തെളിവ് വരുന്നുണ്ട്. എനിക്ക് സന്തോഷമായി. അമ്മ ഒറ്റക്കാണ് ഇവിടെ വന്നേ? ഒറ്റക്ക വന്നല്ലേ? അതായത് ബസ് കയറി പോകാനൊക്കെ പറ്റുന്നുണ്ട്? ഇപ്പൊ എനിക്ക് വായിക്കാനും പറ്റുന്നുണ്ട്. അത് എനിക്ക് ബോർഡ് വായിക്കാൻ പറ്റില്ലേനു. കണ്ണട എടുത്താൽ എനിക്ക് സൂചി നോക്കാം. മൊബൈലെല്ലാം എനിക്ക് വായിക്കാൻ പറ്റും. ഓ, സൂചി ഓർക്കാനൊക്കെ പറ്റുന്നുണ്ട്. കണ്ണടയിലാണ് അത് ശരി. ദൂരെ കാഴ്ച കുറവുള്ളത്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞാൻ മരിക്കാൻ തന്നെ വിചാരിച്ചതാ. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? കുറച്ചുകൂടി മാറ്റം ഗ്ലോക്കോമായിട്ട് പിന്നെ അതിനു വേണ്ടി ചികിത്സ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തതാണ് 2 ഇത് 2 എടുത്തത് എനിക്ക് ഉദ്ദേശിച്ച പ്രയോജനം കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു പരസ്യം ഒരു പേപ്പറിൽ കണ്ടു. ഞാൻ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു എന്നോട്. അങ്ങനെ ഇവിടെ 17 ദിവസം അഡ്മിറ്റായി. 29 ദിവസം 27 കണ്ട. അന്നേരം 15 ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ ഈ കണ്ണങ്ങ് അടഞ്ഞു പോയായിരുന്നു. ഈ ഫുള്ളടഞ്ഞു. ഈ കണ്ണിൻ്റെയും വ്യാപിക്കാൻ തുടങ്ങിയായിരുന്നു. 17ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് പതുക്കെ തുറക്കാൻ തുടങ്ങി. ക്രമേണ ഇത് കൂടിയിട്ട് ശരിക്കും കണ്ണ് 2 കണ്ണ് ഒരുപോലെ ആയായിരുന്നു അങ്ങോട്ട്. കാഴ്ചയായി, വായിക്കാനായി. പിന്നെ എന്നാലും കണ്ണിൻ്റെ സുരക്ഷിതമായിട്ട് ഗ്ലാസ് വെക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ട്. എനിക്ക് ഒരു പുതിയ ജീവൻ തന്നെ കിട്ടിയത് എനിക്കിവിടെ വന്നിട്ടാണ്. ടീച്ചറെ വലതുകണ്ണിന്റെ കാഴ്ച തിരിച്ചിട്ടാണ് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞു പോയ ആ പോള തുറക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ കണ്ണ് നോർമൽ ആണെങ്കിലും ലിഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വിഷൻ വളരെ ഒബ്സ്ട്രക്റ്റഡ്. അപ്പോൾ ആ ലിഡ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് അവരുടെ കാഴ്ച തിരിച്ചു കിട്ടി. വലതു കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ അതൊരു വളരെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതിനുശേഷമുള്ള ഗ്ലോക്കോമയുടെ കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലെഫ്റ്റിന്റെ കാഴ്ചയും കുറേ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയും
റൈറ്റിന് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പറ്റിയിട്ടുണ്ട്. കണ്ണിന്റെ എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ആയുർവേദ ചികിത്സയുണ്ട്. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ സർജറി തന്നെ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില അവസ്ഥകളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ കാറ്ററാക്ട് എന്ന് പറയുന്നത്, കാറ്ററാക്ട് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ സർജിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. സർജിക്കൽ ആയിട്ടുള്ള കാര്യം നമ്മൾ അപ്പോൾ തന്നെ സർജറി വേണ്ടതാണെന്ന് തന്നെ പറഞ്ഞിട്ട് റെഫർ ചെയ്യാറുണ്ട്. സർജിക്കലി ഇൻഡിക്കേറ്റഡ് അല്ലാത്ത മറ്റ് രോഗങ്ങളൊക്കെ ആയുർവേദ ചികിത്സകളുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള ആയുർവേദ ചികിത്സകൾ തന്നെയാണ്, അല്ലാതെ നമ്മൾക്കായിട്ടുള്ള ചില ഫോർമുലേഷൻസും അങ്ങനെ രീതിയിൽ അങ്ങനെയൊന്നുമല്ല. മറ്റുള്ള ആയുർവേദ ചികിത്സയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രോഗിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഏത് ഡോക്ടർ ആണെങ്കിലും ഈ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് ആയുർവേദ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഫലം കിട്ടും എന്നുള്ളത് തന്നെയാണ് എന്റെ കാര്യം. ചേച്ചി പേരെന്താ? രാധാമണി. അടുത്തൊരാള് ഈ ഷുഗറിന്റെ മരുന്നും കൊണ്ട് വന്നു. അപ്പൊ ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു മരുന്ന് ഞാൻ വാങ്ങിക്കാം, എനിക്ക് ഡോക്ടറെ വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ താട്ടി വേഗം നമ്പർ തന്നു. പ്രശാന്ത് സാറിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ലാന്ന്. എങ്കിലും മരുന്ന് കഴിക്കാൻ ഒരു ഇച്ചിരി വിഷമം തോന്നി, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മരുന്ന് കഴിച്ചു. മരുന്ന് കഴിച്ചു കഴിഞ്ഞ് അത് തീർന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ളതാ, എങ്കിൽ തന്നെ എനിക്ക് വളരെ സന്തോഷം ആശ്വാസവും തോന്നി. അങ്ങനെ ഞാൻ വീട്ടിലുള്ളവരോടെല്ലാം പറഞ്ഞു. കുറേ സ്ഥലത്ത് ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത എൻ്റെ ആങ്ങള അലർജി. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം വരാൻ. വന്നു. ഇപ്പം വളരെ കുറവ്. അതുപോലെ നാത്തൂന്, അനിയത്തി, ഇപ്പം നമ്മുടെ എല്ലാവരും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വന്ന്, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സ്, സ്റ്റാഫ്, നമ്മളോടെയുള്ള ആ പെരുമാറ്റം നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ്. അപ്പൊ ഇവിടെ മറ്റ് ചികിത്സകൾ എന്തൊക്കെയാണ് ഇപ്പൊ കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ആശുപത്രിയിൽ? അത് സംബന്ധിച്ചോളം ഒരു ക്യാൻസർ രോഗിയാണെങ്കിലും ഞാൻ ചികിത്സിച്ചത് ക്യാൻസറിനല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങൾക്കാണ് നമ്മൾ ചികിത്സിച്ചിട്ടുള്ളത്. കൂടാതെ പല രീതിയിലുള്ള നടുവേദന, വാതരോഗങ്ങൾ, നടുവേദന, കഴുത്തുവേദന, മുട്ടുവേദന, അതുപോലെ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളും, ശ്വാസം മുട്ട്, അലർജി, കുട്ടികളുണ്ടാവുന്ന അസുഖങ്ങൾ, പിന്നെ താരൻ, മുടി കൊഴിച്ചിൽ, അങ്ങനത്തെ രോഗങ്ങൾ, ഇസിഡിറ്റി, അൾസർ, പാരാലിസിസ് പോലത്തെ കേസുകൾ, ബെഡ്രിഡൻ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്ന് ഇവിടെ ചികിത്സ എടുക്കാറുണ്ട്. കിടത്തി ചികിത്സക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള രോഗികൾക്ക് അതിനുള്ള സൗകര്യം കൂടെ ജീവനം എന്ന് പറയുന്ന ഈ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമുകളും അതുപോലെ തന്നെ സ്വന്തമായി പാചകം ചെയ്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ആശുപത്രി തന്നെയാണ് ജീവനം എന്ന് പറയുന്നത്. ശനിയാഴ്ചകളിൽ മാത്രമാണ് കണ്ണുരോഗ വിദഗ്ധന്റെ സേവനം അവിടെ ലഭ്യമായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കണ്ണുരോഗങ്ങൾക്ക് മാത്രം പരിഹാരം കാണുന്ന ഒരു ആയുർവേദ ഇടം എന്നുള്ള തരത്തിലായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയതെങ്കിൽ, തിരിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു രോഗത്തിനും ഫലപ്രദമായ ചികിത്സക്ക് പ്രത്യേകമായിട്ടുള്ള ഡോക്ടർമാർ അവിടെയുണ്ട് എന്നുള്ള വിവരം കൂടിയാണ്. എന്തായാലും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യം അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ കഴിഞ്ഞ സന്തോഷത്തോടു കൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഔട്ട് ഫ്രം മലു മെഗലൻ.